മാടായി കോളേജ് പ്രശ്നം പരിഹരിക്കാനാകാത്ത കെ.പി.സി.സി ഉപസമിതി കണ്ണൂരിൽ നിന്നും മടങ്ങി. ഇരു വിഭാഗങ്ങളും തമ്മിലുള്ള ചർച്ചയിൽ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകാത്തതിനെ തുടർന്നാണ് ചർച്ച വഴിമുട്ടിയത്. പരസ്യ പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളും ഒഴിവാക്കണമെന്ന നിർദ്ദേശവും അംഗീകരിക്കപ്പെട്ടില്ല. സന്തോഷ് ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. സന്തോഷ്, മാടായി കോളേജ് വിഷയത്തിൽ നിയമനവുമായി ബന്ധപ്പെട്ട് ഇരു കോൺഗ്രസ് വിഭാഗങ്ങളും തമ്മിലുള്ള കയ്യാങ്കളി, രൂക്ഷമായ തർക്കങ്ങൾ അത് ഇപ്പോഴും തുടരുന്നു. ഉപസമിതി അധ്യക്ഷൻ എന്ന നിലയിൽ എത്തിയ തിരുവഞ്ചൂർ പറഞ്ഞ കാര്യങ്ങൾ പോലും ലംഘിക്കപ്പെട്ടു. എന്തൊക്കെയാണ് പരസ്യപ്രതികരണം പിന്നീടുണ്ടായത്? ഏതൊക്കെ തരത്തിലാണ് ഇരു വിഭാഗങ്ങളുടെ നിലപാട് ഇപ്പോൾ നിലനിൽക്കുന്നത്? സന്തോഷ്. അജിംഷാദ്, ഈ മാടായി കോളേജ് വിവാദവുമായി ബന്ധപ്പെട്ട് ഇരു വിഭാഗവും തെരുവിൽ ഏറ്റുമുട്ടുന്ന, പരസ്യമായി ഏറ്റുമുട്ടുന്ന സാഹചര്യം ഉണ്ടായതിനെ തുടർന്നാണ് അടിയന്തരമായി കെ.പി.സി.സി ഉപസമിതിയെ നിയോഗിക്കുകയും പ്രശ്നപരിഹാരത്തിനായി കണ്ണൂരിലേക്ക് അയക്കുകയും ചെയ്തത്. കെ.പി.സി.സി അച്ചടക്ക സമിതി അധ്യക്ഷനായിട്ടുള്ള തിരുവഞ്ചൂർ രാധാകൃഷ്ണനും കെ.പി.സി.സി ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള കെ ജയന്ത്, അബ്ദുൾ മുത്തലിഖ് എന്നിവരാണ് ഇന്നലെ കണ്ണൂരിലെത്തി ഉച്ചയ്ക്ക് ശേഷം ഏറെ സമയം നീണ്ടുനിന്ന ചർച്ച ഇരു വിഭാഗങ്ങളുമായി നടത്തിയത്. അതിൽ പ്രതിഷേധത്തിന്റെ പേരിൽ കോലം കത്തിച്ചവരെയും വിളിച്ചു വരുത്തി, പ്രതിഷേധത്തിന്റെ പേരിൽ നടപടി നേരിട്ടവരെയും വിളിച്ചു വരുത്തി, എം.കെ. രാഘവൻ അനുകൂലികളെ ഉൾപ്പെടെ വിളിച്ചു വരുത്തി. അങ്ങനെ എല്ലാ വിഭാഗങ്ങളുമായും ഈ ഉപസമിതി ചർച്ചകൾ നടത്തിയെങ്കിലും ഒരു തരത്തിലുള്ള ഫോർമുലയും മുന്നോട്ട് വെക്കാൻ ഉപസമിതിക്ക് സാധിച്ചില്ല എന്നുള്ളതാണ്. ഈ നിയമന കാര്യത്തിൽ തൻ്റെ നിലപാടിൽ എം.കെ. രാഘവൻ MP ഉറച്ചു നിൽക്കുകയാണ് ചെയ്തത്. അതിൽ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ല. നിയമങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ സഹകരണ നിയമങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയുള്ള നിയമനമാണ് നടത്തിയത്. അതുകൊണ്ട് ആ നിയമനങ്ങൾ പരിശോധിക്കുന്ന യാതൊരു സാഹചര്യമില്ല. അത്തരത്തിലുള്ള ഒരു ചർച്ചയ്ക്ക് സാധ്യതയേ ഇല്ല എന്നുള്ള കാര്യം തന്നെ എം.കെ. രാഘവൻ MP ഈ സമിതിയെ അറിയിക്കുകയായിരുന്നു. അതേസമയം തന്നെ ഈ എം.കെ. രാഘവൻ MPയെ അനുകൂലിക്കുന്ന വിഭാഗം, കെ സുധാകരൻ്റെ എല്ലാം പിന്തുണയുള്ള വിഭാഗം ഈ നിയമനം പുനഃപരിശോധിക്കാതെ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നുള്ള കർശനമായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചത്. അങ്ങനെ ഒരു തരത്തിലും ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഇനി തുടർ ചർച്ചകളാകാം, അതുവരെ ഒരു സമാധാന അന്തരീക്ഷം നിലനിർത്തണം എന്നുള്ള നിർദ്ദേശം മാത്രമാണ് ഈ സമിതിക്ക് മുന്നോട്ട് വെക്കാൻ കഴിഞ്ഞത്. മറിച്ച് മറ്റൊരു ഫോർമുല, കണ്ണൂരിലെ പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു ഫോർമുല മുന്നോട്ട് വെക്കാൻ ഈ സമിതിക്ക് കഴിഞ്ഞില്ല. അതിൽ തന്നെ ഈ പ്രതിഷേധത്തിന് നേതൃത്വം നൽകുന്നവർ ഈ ഒരു കാര്യം അംഗീകരിക്കാൻ കൂടി തയ്യാറായിട്ടില്ല. കാരണം എപ്പോഴിതിൽ തീരുമാനമുണ്ടാകും എന്നുള്ളതിൽ വ്യക്തത വരുത്തണം എന്നുള്ള ആവശ്യമാണ് ഇവർ ഈ സമിതിക്ക് മുൻപാകെ വച്ചത്. എന്നാൽ കൃത്യമായ ഒരു മറുപടി അതിന് നൽകാൻ അച്ചടക്ക സമിതിക്ക് സാധിച്ചിട്ടുമില്ല. അതേസമയം തന്നെ ഇതിൻ്റെ പേരിൽ ഈ വിവാദത്തിൻ്റെ പേരിൽ ഇരു വിഭാഗങ്ങളിൽപ്പെട്ട നേതാക്കന്മാർ ഇപ്പോൾ പാർട്ടി നടപടി നേരിട്ടിട്ടുണ്ട്, സസ്പെൻഷൻ നേരിട്ടിട്ടുണ്ട്. പ്രതിഷേധത്തിന്റെയും കോലം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞിരുന്നു, ഇനി ഇത്തരത്തിൽ ഒരു സമവായത്തിലേക്ക് നീങ്ങുകയാണ്. ഒരുപക്ഷെ ഇരു വിഭാഗങ്ങളും തമ്മിൽ സമവായത്തിൽ എത്താത്ത സാഹചര്യമുണ്ട്. ഇങ്ങനെ ഒരു പ്രതിസന്ധിയിലാണ് ഉപസമിതി മടങ്ങുന്നത്. പക്ഷേ മുമ്പോട്ട് വെച്ച ഏറ്റവും ചെറിയ കാര്യം എന്നത് പരസ്യ പ്രതികരണം പിന്നീട് ഉണ്ടാകില്ല എന്നത് അടക്കമുള്ള കാര്യങ്ങളാണ്. പക്ഷേ അത് പിന്നീടും ഉണ്ടായോ? എന്തൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട് ഈ ഉപസമിതി കൃത്യമായി പരാജയമാണെന്ന് ബോധ്യമാകുന്ന ഘടകങ്ങൾ? തീർച്ചയായും ഈ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഈ കാര്യം പറഞ്ഞ് കണ്ണൂർ DCCയിൽ നിന്നും മടങ്ങിയതിന് തൊട്ടു പിന്നാലെ ഈ പ്രതിഷേധത്തിന് നേതൃത്വം നൽകുന്ന പ്രാദേശിക നേതാക്കന്മാർ മാധ്യമങ്ങളെ കാണുകയുണ്ടായി. മാധ്യമങ്ങളിൽ പരസ്യം പ്രതികരണം നടത്തരുത് എന്നുള്ളതായിരുന്നു സമിതിയുടെ നിർദ്ദേശം. പക്ഷേ മിനിറ്റുകൾക്കകം തന്നെ ഇത് ലംഘിക്കപ്പെടുകയും ഈ പ്രാദേശിക നേതാക്കൾ മാധ്യമങ്ങൾക്ക് മുൻപാകെ എത്തി സംസാരിക്കുകയുമായിരുന്നു. അതിൽ തന്നെ അവർ കൃത്യമായും സൂചിപ്പിച്ച കാര്യം, നിലവിലെ ഈ ഒരു തീരുമാനവും ഉണ്ടായിട്ടില്ല, കാത്തിരിക്കാൻ തയ്യാറാണ്, പക്ഷേ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടായേ പറ്റൂ എന്ന് പറഞ്ഞാണ് മടങ്ങിയത്. അതിന് തൊട്ടു പിന്നാലെ പ്രാദേശികമായി മാടായി പയ്യന്നൂർ മേഖലയിൽ ഇന്നലെ വൈകുന്നേരവും ഈ പാർട്ടി ഗ്രൂപ്പുകളിലും അതോടൊപ്പം തന്നെ സമൂഹ മാധ്യമങ്ങളിലും പ്രാദേശികമായി ഈ വിഷയം വീണ്ടും ഗൗരവമുള്ള ചർച്ചയായി തന്നെ ഏറ്റുമുട്ടലായി തന്നെ നിലനിന്നിട്ടുണ്ട്. അതിനും കൃത്യമായിട്ടുള്ള ഒരു പരിഹാരം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു ഫോർമുല മുന്നോട്ട് വെക്കണം എന്ന് സമിതിയോട് ഈ ഇരു വിഭാഗങ്ങളും നിർദ്ദേശിച്ചെങ്കിലും അത്തരം ഒരു ഫോർമുല മുന്നോട്ട് വെക്കാൻ സാധിച്ചിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് പ്രാദേശിക വിഷയം എന്നതിനപ്പുറത്തേക്ക് ഒരു കോൺഗ്രസിൻ്റെ ഗ്രൂപ്പ് യുദ്ധമായി വളർന്ന സാഹചര്യത്തിൽ ഏത് ഫോർമുല മുന്നോട്ട് വെക്കാൻ കഴിയും എന്നുള്ളതിനെ സംബന്ധിച്ചും ഈ സമിതിക്ക് ഒരു വ്യക്തതയും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കണ്ണൂരിൽ എത്തി ചർച്ച നടത്തി മടങ്ങി എന്നല്ലാതെ ഇക്കാര്യത്തിൽ ഒരു മുന്നോട്ട് പോക്ക് അല്ലെങ്കിൽ അത് മാത്രമല്ല, നേരത്തെ സന്തോഷ് സൂചിപ്പിച്ചതുപോലെ ഇത് പ്രാദേശിക തലത്തിൽ അല്ലെങ്കിൽ വളരെ
വളരെ വിദഗ്ധനായ തിരുവഞ്ചൂരിൻ്റെ ഇടപെടലുകൾക്ക് പോലും സാധ്യമാകാത്ത വിധം പ്രശ്നം സങ്കീർണമായി തുടരുന്നു എന്നുള്ള പ്രശ്നം മാത്രമല്ല, അത് പ്രാദേശിക തലത്തിന് അപ്പുറത്തേക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗ്രൂപ്പ് പോരുകളിലേക്കും നേതൃതലങ്ങളിലേക്കും ഒക്കെ പടരുന്നുണ്ട്. MK രാഘവൻ ഇത്തരത്തിലൊരു കർശന നിലപാടിൽ തന്നെ താൻ സ്വീകരിച്ച നടപടി ശരിയാണെന്ന് നിൽക്കുന്നിടത്തോളം കാലം അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാവുകയുള്ളൂ. എന്താണ് ഇതിലൊരു ഇടപെടലിന് സാധ്യമാകുന്ന ഇടം എന്നുള്ളതാണ് കോൺഗ്രസ്സുകാർ ആലോചിക്കുന്നത്. കെ മുരളീധരൻ അടക്കമുള്ളവർ പരസ്യമായി MK രാഘവൻ്റെ കോലം കത്തിച്ചതിനെതിരെ രംഗത്തെത്തുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ ഇങ്ങനെ രണ്ടായി വിഭജിച്ചിരിക്കുകയാണ് ഈ ഗ്രൂപ്പ് പോരുകൾ എന്നതിനപ്പുറത്തേക്ക് ഈ മാടായി വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതൃത്വം. തീർച്ചയായും ഇന്നലെ ഉണ്ടായ ഈ ഒരു ചർച്ചയിലെ ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ കോലം കത്തിച്ച നടപടിയെ, MK രാഘവൻ്റെ കോലം കത്തിച്ച നടപടിയെ ഈ സമിതി രൂക്ഷമായി തന്നെ ഈ കമ്മിറ്റിയിൽ വെച്ച് വിമർശിച്ചിട്ടുണ്ട്. കാരണം MK രാഘവനെ ഈ സമിതി യോഗം ചേരുന്നതിന് മുൻപ് ടെലിഫോണിൽ ബന്ധപ്പെടുകയും സംസാരിക്കുകയും ചെയ്തിരുന്നു. തിരുവഞ്ചൂർ MK രാഘവനുമായി സംസാരിച്ചിരുന്നു. MK രാഘവൻ പറഞ്ഞ കാര്യം ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്തതാണിത്. ഈ കോലം കത്തിച്ചവരെ സമവായ ചർച്ചകൾക്ക് വിളിക്കുന്നത് തന്നെ യഥാർത്ഥത്തിൽ അംഗീകരിക്കപ്പെടില്ല എന്നുള്ളതാണ് പറഞ്ഞത്. കാരണം ഒരു മുതിർന്ന നേതാവിൻ്റെ കോലം കത്തിക്കുകയും അസഭ്യവാക്കുകൾ ഉപയോഗിച്ച് മുദ്രാവാക്യം വിളിക്കുകയും ചെയ്ത നടപടിയെ ശക്തമായി തന്നെ MK രാഘവൻ എതിർക്കുകയും ആ ഒരു അതൃപ്തി ഈ അച്ചടക്ക സമിതി അറിയിക്കുകയും ചെയ്തിരുന്നു. ആ കാര്യം ഈ യോഗത്തിൽ ആദ്യം തന്നെ അവതരിപ്പിക്കണം എന്ന് MK രാഘവൻ പറഞ്ഞിരുന്നു. അത് തിരുവഞ്ചൂർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം മാധ്യമങ്ങളോട് നടത്തിയ പരസ്യ പ്രസ്താവനയിലും തിരുവഞ്ചൂർ ഇത് പ്രാകൃതമായ നടപടിയാണ് എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചത്. MK രാഘവന്റെ കോലം കത്തിച്ചത് പ്രാകൃതമായ നടപടിയാണ്. അത്തരത്തിൽ തിരുവഞ്ചൂർ തന്നെ ഒരു നിലപാട് പറയുമ്പോൾ ആ പ്രാകൃതമായ നടപടിക്ക് നേതൃത്വം നൽകിയവരുടെ അച്ചടക്ക നടപടി എങ്ങനെ പിൻവലിക്കും എന്നുള്ള ചോദ്യമാണ് MK രാഘവൻ വിഭാഗം ഉന്നയിക്കുന്നത്. അതാണ് പ്രതിസന്ധിയായി ഇപ്പോഴും നിലനിൽക്കുന്ന സാഹചര്യവും. അതാണ് കാരണം എടുത്ത നിലപാട് ശരിയാണ്, തൻ്റെ പക്ഷത്താണ് ശരിയെന്ന് MK രാഘവൻ പറയുന്നു. MK രാഘവൻ്റെ കോലം കത്തിച്ചതിനെ പ്രാകൃത നടപടി എന്ന് വിശേഷിപ്പിക്കുന്നവർക്കെതിരായ നടപടി എങ്ങനെ ലഘൂകരിക്കും എന്ന ചോദ്യമാണ്. അതായത് ഒരിക്കലും വഞ്ചിക്കും കരയ്ക്കും അടുക്കില്ല എന്നൊക്കെ സൂചിപ്പിക്കുന്നത് പോലെ ഒരു പ്രശ്നമായി മാടായി മാറുകയാണ്. ഇപ്പോൾ തിരുവഞ്ചൂർ അടക്കമുള്ളവരെ നമ്മൾ ബന്ധപ്പെട്ടു, പക്ഷേ അവരാരും ഈ വിഷയത്തിൽ പ്രതികരണത്തിന് പോലും തയ്യാറല്ല. വിവിധ കോൺഗ്രസ് നേതാക്കൾ പരസ്യ പ്രതികരണം എന്നത് പ്രാദേശിക തലത്തിൽ ലംഘിക്കപ്പെട്ടു, പക്ഷേ ഈ വിഷയം കേരളത്തെ അറിയിപ്പിക്കുക എന്ന ദൗത്യം ഏറ്റെടുക്കാനാണ് അവരെ നമ്മൾ ബന്ധപ്പെട്ടത്. പക്ഷേ അവർ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾക്ക് തയ്യാറല്ല എന്നാണ് പറയുന്നത്. സ്വാഭാവികമായി അച്ചടക്ക സമിതി അധ്യക്ഷൻ എന്ന നിലയിൽ അദ്ദേഹം ആ നിലപാട് എടുത്തിരിക്കാം. പക്ഷേ ഒരു പ്രശ്നപരിഹാരം എന്ന നിലയിൽ ഒരു നിലപാടും ഈ വിഷയത്തിൽ പറയാനാകാതെ ഉള്ളുകൊണ്ട് ആടി ഉലയുന്നു കോൺഗ്രസ് എന്നുള്ളതാണ് ഈ മാടായി വിഷയം ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. പ്രാദേശിക തലം വിടുന്നു എന്ന തലം കൂടിയുണ്ട് ഇവിടെ പ്രത്യേകമായി എടുത്തു പറയേണ്ടത്. സന്തോഷ്, അതായത് ഇന്നലെ ഈ ഉപസമിതി ചർച്ചകൾക്ക് ശേഷം മാധ്യമപ്രവർത്തകർ ആവർത്തിച്ച് ചോദിച്ചിട്ടും തിരുവഞ്ചൂരിൻ്റെ ഭാഗത്തു നിന്നും ഒരു പ്രതികരണം മാത്രമാണ് ഉണ്ടായത്. അതായത് സമാധാന അന്തരീക്ഷം നിലനിൽക്കും എന്നുള്ളത് മാത്രമാണ്. എന്താണ് പ്രശ്നപരിഹാരം, എന്തൊക്കെയാണ് ചർച്ച ചെയ്തത്, ഓരോ വിഭാഗത്തിൻ്റെയും എങ്ങനെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കും എന്നുള്ളതിന് മറുപടി നൽകാനേ ഈ സമിതിക്ക് കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഒരു സമാധാന അന്തരീക്ഷം ഉണ്ടാക്കാനുള്ള തീരുമാനം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ് പറഞ്ഞത്. ആ സമാധാന അന്തരീക്ഷവും ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇന്നലെ അതിനുശേഷം ഉണ്ടായിട്ടുള്ള പല പ്രതികരണങ്ങളിൽ നിന്നും വന്നിട്ടുള്ള കാര്യം. ഒരു വിഭാഗത്തിന് ഒരു കാര്യം വ്യക്തമാണ്, അതായത് ഈ മാടായി പ്രശ്നം നിലവിലെ സാഹചര്യത്തിൽ പെട്ടെന്ന് അവസാനിപ്പിക്കുന്നതിനോട് ഈ ഗ്രൂപ്പിൻ്റെ നേതാക്കൾക്ക് കൂടി താല്പര്യമില്ല. കാരണം KPCCയിൽ ഇപ്പോൾ ഈ നേതൃമാറ്റം ഉൾപ്പെടെയുള്ള ചർച്ചകളെല്ലാം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കെ സുധാകരൻ്റെ തട്ടകമായ കണ്ണൂരിലാണ് ഈ പ്രശ്നം നടക്കുന്നത് എന്നുള്ള കാര്യം പ്രധാനപ്പെട്ടതാണ്. അതോടൊപ്പം തന്നെ ഈ MK രാഘവനായിട്ടുള്ള എതിരെയുള്ള പ്രതിഷേധത്തിന് കെ സുധാകരൻ അനുകൂലികളാണ് മുന്നിലുള്ളത്. ഈ MK രാഘവനെ പിന്തുണച്ചുകൊണ്ട് എ ഗ്രൂപ്പിൻ്റെ കൂടുതൽ നേതാക്കൾ കൂടി രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. പ്രാദേശികമായി എ ഗ്രൂപ്പ് നേതാക്കൾ യോഗം പോലും വിളിച്ചു ചേർക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു ഗ്രൂപ്പ് വിഷയമായി കണ്ണൂരിൽ ഇത് നിലനിൽക്കണം എന്നാഗ്രഹിക്കുന്നവർ കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രശ്നപരിഹാരം വേഗത്തിൽ സാധ്യമാകാത്തത്. അജിംഷ.